കോഴിക്കോട് ഭട്ട് റോഡ് ജംഗ്ഷനിൽ ഭാരത് അരിയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അരിയാണ് ഹർത്താലിനെ തുടർന്ന് കോഴിക്കോട് വിവിധ ഭാഗങ്ങളിലെത്തി വിതരണം ചെയ്യുന്നത്. സോണൽ കൃഷ്ണയുണ്ട് വിശദാംശങ്ങളുമായി. സോണൽ, ഇപ്പോൾ അരി വിതരണം തുടരുകയാണോ? ഈ വയനാട്ടിൽ പ്രതിഷേധം ഹർത്താലിനെ തുടർന്നാണ് ഇപ്പോൾ അരി വിതരണം നടക്കുന്നത്. വിശദാംശങ്ങൾ. ആതിര, കോഴിക്കോട്ടുകാരെന്തായാലും വലിയ സന്തോഷത്തിലാണ്. കാരണം നമുക്കറിയാം, വയനാട്ടിലേക്ക് പോയ അരിയാണ് ഹർത്താലിനെ തുടർന്ന് തിരിച്ച് കോഴിക്കോടേക്ക് എത്തിയിരിക്കുന്നത്. കോഴിക്കോട് ഭട്ട് റോഡിലാണ് ഇത്തരത്തിൽ അരി വിതരണം നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്രതീക്ഷിതമായി എത്തിയത് കൊണ്ട് ഒരുപാട് പേര്, ഈ റോഡിലൂടെ പോകുന്ന ആളുകളെല്ലാം തന്നെ ഈ അരി വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ചേട്ടാ, എന്താണ് ഇപ്പോൾ ഈ ഇതിൽ പറയാനുള്ളത്? ഈ ഒരു അരി കിട്ടിയത് വളരെ സന്തോഷം. എന്താണെന്ന് വെച്ചാൽ നമ്മളിതുവരെ കേട്ടിട്ടേ ഉള്ളൂ ഭാരത് റൈസ് എന്നുള്ളത്. എന്തായാലും മോദിജീൻ്റെ അരി നമ്മളെ കയ്യിലെത്തിയെന്ന് സന്തോഷം. ഈ പൊതുകമ്പോളത്തിൽ ഈ അരിക്ക് ഏകദേശം 38 രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കിട്ടിയത് 29 രൂപയായിട്ടാണ്. കാരണം ഞാൻ സാധാരണ അരി വാങ്ങിക്കാറുള്ളത് ചാക്കരി എടുക്കുന്നതാണ്. കഴിഞ്ഞ ഒരു 3 മാസത്തിൻ്റെ ഇടയിലായിട്ട് അരിൻ്റെ വിലയിൽ ഭയങ്കര മാറ്റമാണ് വന്നത്. 1800 രൂപയ്ക്ക് 5 മാസം മുന്നേ എടുത്ത അരി കഴിഞ്ഞ മാസം എടുക്കുമ്പോൾ 2300 രൂപയായി. 500 രൂപേൻ്റെ വ്യത്യാസം വന്നത്. ഇപ്പോൾ 29 രൂപയ്ക്ക് ഇങ്ങനെ ഒരു അരി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോൾ മോദിജിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും പോകുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് കോഴിക്കോട് ഈ അരി എത്തിയപ്പോൾ? എന്താണ് കോഴിക്കോട് അരി എത്തിയെന്ന് പറഞ്ഞതിന് വളരെ സന്തോഷവും. നമ്മൾ തൃശ്ശൂർ കണ്ടു, പാലക്കാട് കണ്ടു, ഇപ്പോൾ കോഴിക്കോട് എത്തി. വയനാട്ടിലേക്ക് വന്ന അരിയായിരുന്നു. അവിടെ ഹർത്താൽ കാരണം അത് ഇവിടെ എത്തി. നമ്മുടെ ഭാഗ്യം കൊണ്ട്, കോഴിക്കോട്ടൊരു ഭാഗ്യം കൊണ്ട് ഇവിടെ എത്തി. 2 ചാക്ക് ഞാനും മേടിച്ചിരിക്കണ്. 2 ടൈപ്പ് അരി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എത്ര ടൈപ്പ് ആയാലും നമ്മൾ മേടിക്കും. ചെറിയ പൈസയ്ക്കാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മൾ അരി മേടിക്കാൻ പുറത്ത് പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തായാലും 45-50 രൂപ വരും അരിക്ക്. ഇപ്പോൾ പച്ചരി ആണെങ്കിൽ 40-45 രൂപ വരും. ഇത് 29 രൂപയ്ക്കാണ് 10 കിലോ അരി. 29 രൂപ വെച്ച് 290 രൂപയ്ക്കാണ് കിട്ടുന്നത്. കേന്ദ്ര സർക്കാരിന് വളരെ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. 10 കിലോന്റെ ചാക്കാണ്. 10 കിലോന്റെ ചാക്കാണ്. അപ്പോൾ 10 കിലോ 290 രൂപ വില വരുന്ന ഭാരതരിയുടെ 10 കിലോയുടെ ചാക്കാണ് ഈ വിതരണം ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അമ്മമാരെല്ലാം തന്നെ ഈ സംഭവം കേട്ടറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഈ ഭാരതരിയെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഭാരതരി നല്ല ഇതല്ലേ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണല്ലേ ഭരിക്കണേ. അരിയെ കുറിച്ചിട്ട് എന്താ പറയുക? അരി നല്ല അരിയല്ലേ, പൊന്നരി, അടിപൊളി അരിയാണ്. 40-60 റുപ്യ വെക്കണ അരിയാണിത്. ചെറിയ വിലക്ക് കിട്ടിയത് വലിയ സന്തോഷം. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും തിന്നാൻ കഴിയില്ല ഈ അരി. ഇത് ഇപ്പോൾ സർക്കാർ കൊടുക്കണോണ്ട് നമ്മളൊക്കെ വാങ്ങി തിന്നണേ. അല്ലെങ്കിൽ നമുക്ക് പൊന്നരി തിന്നാൻ കഴിയില്ല. റേഷൻ ഷാപ്പിലെ അരിയാണ് തിന്നണേ. അതും സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ അരിയാണ്. അതാണ് കേരള സർക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞത്. സന്തോഷമാണ് എന്തായാലും കോഴിക്കോട് എത്തിയത്. കോഴിക്കോട് എത്തിയത് സന്തോഷമാണ്. കോഴിക്കോടും അല്ല, വയനാട്ടിലൊക്കെ പോകാനുള്ള വണ്ടിയത്. അദ്ദേഹം പറയുന്നത് വലിയ സന്തോഷത്തിലാണ് ഈ കോഴിക്കോടുള്ളവരൊക്കെ. അമ്മ, ഈ ഭാരതരി വന്നതിൽ എന്താണ് പറയാനുള്ളത്? സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. നമ്മളെ മോഡി സർക്കാർ ഇങ്ങനത്തെ ഒരു നിബന്ധന എടുത്തത് ഏറ്റവും വലിയ ഗുണമാണ്. പുറത്ത് ഈ അരിക്ക് 38 രൂപയ്ക്കാണ് വില. ആയിട്ടല്ല, 53 ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച വാങ്ങിയത്. 53 ആയിട്ട് കുറവായിരിക്കും. 29 രൂപയ്ക്ക് കിട്ടും. എത്രയോ മെച്ചാണ് അത്. എത്രയോ മെച്ചാണ്. വീട്ടമ്മമാർക്കല്ല അതിനെപ്പറ്റി അറിയുള്ളൂ. അപ്പോൾ അമ്മ മേടിക്കുന്നുണ്ട്, അരി മേടിക്കുന്നുണ്ട്. കൊണ്ടാവാൻ പറ്റൂല, ഞാൻ 100 ആണ്. അപ്പം അവിടെ എത്തിയാൽ വാങ്ങാം, അങ്ങോട്ടേക്ക് എത്തുമല്ല. എങ്ങനെയാണ് ചേട്ടാ ഇപ്പോൾ ഇവിടെ എത്തിയതും ഈ പെട്ടെന്നുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കോഴിക്കോട് എത്തുന്നത്? അത് അപ്രതീക്ഷിതമായിട്ട് എത്തിയിട്ടും വളരെ ഒരു മണിക്കൂറിനുള്ളിലാണ്. ഇപ്പോൾ ഏകദേശം വണ്ടി പകുതിയായി. അപ്പോൾ ആളുകൾ എത്രത്തോളം അത് സ്വീകരിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ കേരള സർക്കാർ ഇടയിൽ നിന്നിട്ടാണ് നമുക്ക് ഈ ആനുകൂല്യമൊന്നും കിട്ടാത്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആളുകൾക്ക് ഉപകാരപ്രദമാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. വിമർശനങ്ങൾക്കൊന്നും ഇവിടെ വഴിയില്ലല്ലേ? ഇല്ല, അതെ, തീർച്ചയായും. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി ചെറിയൊരു ലൊക്കേഷനാണ്. ഇവിടെ ഇപ്പോഴും തന്നെ പകുതിയോളം വിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി എന്താ പറയുക, അത്രയും സ്വീകാര്യത ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ റേഷൻ സംവിധാനം വളരെ മോശമാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. അമ്മമാരൊക്കെയാണ് കൂടുതൽ എത്തി വാങ്ങുന്നത്. സ്ത്രീകളാണ് കൂടുതൽ വന്നത്. ആളുകൾക്ക് ഇത്രയും വലിയ പാക്കറ്റ് ആയത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ആളുകൾ സഹായിക്കാറുണ്ട്. നമ്മൾ വീടുകളിലെത്തിക്കാൻ പറ്റുന്നത് വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടിലൊക്കെ നമ്മൾ ഇവിടുന്ന് പറ്റുന്ന ആളുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ? വളരെ ഉപകാരമാണ്. നമ്മൾ റേഷൻ ഷാപ്പിൽ പീടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്ലൈക്ക് പോയി കഴിഞ്ഞാലൊന്നും ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ്. വളരെ സന്തോഷമുണ്ട്. കോഴിക്കോട് എത്തിയാൽ വളരെ സന്തോഷമുണ്ട്. നരേന്ദ്രമോദിക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ
അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. കാരണം അപ്രതീക്ഷിതമായിട്ടാണ് കോഴിക്കോട് ഈ അരി എത്തുന്നത്. കാരണം 2 ദിവസം കഴിഞ്ഞാണ് കോഴിക്കോട് ജില്ലയിൽ ഈ അരിയുടെ വിതരണം പറഞ്ഞു വെച്ചിരുന്നത്. എന്നാൽ 2 ദിവസം നേരത്തെ വയനാട്ടിലെ ഹർത്താലിനെ തുടർന്നാണ് ഇത്തരത്തിൽ നേരത്തെ ഇവിടെ എത്തുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഈ നോക്കിക്കാണുന്നത് ഈ അരി വിതരണത്തിൽ? വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വിചാരിക്കാതെ എത്തിപ്പെട്ടാണ്. നമ്മൾ ഇന്നൊന്നും അരി എത്തുന്ന വിചാരിച്ചിട്ടില്ല. പെട്ടെന്ന് വീട്ടിലിരിക്കുമ്പോൾ ഫോൺ വരുന്നത് ബട്ടൂർ അരി കൊടുക്കുന്നുള്ളത്. പിന്നെ ഭാരത് റൈസ് എന്ന് കേൾക്കാന്നല്ലാതെ എന്താണ് അതിൻ്റെ അവസ്ഥ, എന്തൊക്കെയാണ് കൊടുത്തതെന്നൊന്നും അറിയില്ല. എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം ആളുകൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ ഒരു കാൽഭാഗത്ത് അരി തീർന്നു കഴിഞ്ഞ്. എന്തായാലും ഈ ജംഗ്ഷനിൽ ഇവർ പറഞ്ഞത് ഓരോ ജംഗ്ഷനിൽ വെക്കുമെന്ന് പറഞ്ഞത് ഒരു ജംഗ്ഷനിൽ വെച്ചാൽ തന്നെ ഈ ലോറി തീരാനുള്ള ചാൻസാണ്. കാരണം അത്രയും വിലവർദ്ധനമാണ് ഈ നാട്ടിൽ. അപ്പോൾ എല്ലാം കേട്ടറിഞ്ഞ് എല്ലാവരും സാധനം വാങ്ങാൻ ഓടിയെത്താ ചെയ്യുന്നത്. മോഡിക്ക് ഞങ്ങൾ എല്ലാവിധ അഭിനന്ദനങ്ങളും. എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്കറിയാം. ചേട്ടാ, എന്താണ് ഈ ഭാരതരിനെ കുറിച്ച് പറയുന്നത്? പലരും അപ്രതീക്ഷിതമായി എത്തിയതിന്റെ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അരിയാണ് ഹർത്താലിനെ തുടർന്ന് കോഴിക്കോട് വിവിധ ഭാഗങ്ങളിലെത്തി വിതരണം ചെയ്യുന്നത്. ഏതായാലും ഭാരത് അരി വിതരണത്തിൽ ജനങ്ങൾ സന്തുഷ്ടരാണെന്നാണ് സോണൽ കൃഷ്ണ തത്സമയം റിപ്പോർട്ട് ചെയ്തത്.